ഇന്നലെ രാത്രി എനിക്കൊരു വീഡിയോ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ചാർജിന് വെച്ചിരുന്ന ഗിംബലിൻ്റെ ബാറ്ററി ചാർജ് ആയിട്ടില്ല. പിന്നെ അവിടുന്ന് കുറേ ട്രൈ ചെയ്തു ചാർജ് ആക്കാൻ, അപ്പോൾ ചാർജ് ആവുന്നില്ല, അത് കംപ്ലൈൻ്റ് ആയി. യൂഷ്വലി അങ്ങനെ വരാറില്ല. എന്തായാലും ലെൻസ് ആൻഡ് ക്യാമറയിൽ പോയിട്ട് ഒരു പുതിയൊരു ബാറ്ററി വാങ്ങി. നമുക്കത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു ബാറ്ററി ഗ്രിഡ് വാങ്ങി. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഫോട്ടോഗ്രാഫി എക്യുപ്മെൻറ്റ്സിൽ നമ്മൾ റിസ്ക് എടുക്കാറില്ല. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയാലും അപ്പം തന്നെ പോയിട്ട് അത് ശരിയാക്കും, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. ഇവിടെ ഖത്തറിൽ റിപ്പയറിങ്ങിന് ഓപ്ഷൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്യാറാണ് യൂഷ്വലി. അവിടെ നേരെ പേളിലോട്ട് പോന്നു. ഇവിടെ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഷൂട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞു. ഇനി അൽഫർത്താൻ ഗാർഡനിലോട്ടാണ് പോകുന്നത്. അവർക്കും വേണ്ടത് റിയൽ എസ്റ്റേറ്റ് ഷൂട്ട് തന്നെയാണ്. അപ്പാർട്ട്മെൻറ്റിൻ്റെ ചാവിയൊക്കെ വാങ്ങി അതിനുശേഷം ഷൂട്ടൊക്കെ തുടങ്ങി. കുറച്ച് ഒരു 4 വില്ലകളാണ് നമുക്ക് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആമ്നിറ്റീസും ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ചില ദിവസങ്ങൾ നമുക്ക് ബ്രേക്ക് എടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന്. നേരെ ഇവിടുന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് പോകുന്നത് ദോഹ പോർട്ടിലോട്ടാണ്. കഴിഞ്ഞ വീക്ക് ഷൂട്ട് ചെയ്ത പോലെ തന്നെ കൈറ്റ് ഫെസ്റ്റിവലാണ് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളത്. ഒരു 25 പിക്ചേഴ്സാണ് നമ്മളെ ക്ലൈൻറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല മൊമെൻറ്റ്സ് നോക്കിയിട്ട് കാത്തു നിന്നിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ. അങ്ങനെ ഒരു 2-3 മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അവർ ടൈമൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ടാർഗറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പോവാം. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ്. അവർക്ക് ഇന്ന് തന്നെ ഫോട്ടോസ് അത് കളർ ഗ്രേഡ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് അയച്ചു കൊടുക്കണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.